പോളിംഗിന്റെ അവസാന ഘട്ട സമയമാണ്, എന്താണ് ഒരു പ്രതീക്ഷ? ഇതുവരെ അടുത്ത കാലമൊന്നും കോൺഗ്രസ് ജയിക്കാത്ത 28 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചേലക്കര 28 വർഷമായി എത്ര പെർസെൻ്റ് പോളിംഗ് ഇത് കണ്ടോ? അതാവുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലാണ് പോളിംഗ്. അതുപോലെ തന്നെ പാലക്കാടും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല, അത് തീർന്നില്ല, കഴിഞ്ഞിട്ടില്ല. വയനാട്ടിൽ പിന്നെ പറയണ്ട, നമ്മൾ വളരെ ജവറായിട്ടും നല്ല പ്രവർത്തന രംഗത്ത് പോയിട്ടുണ്ട്. ഒരു വൻ വിജയത്തിൻ്റെ സാഹചര്യം നമ്മെ കാത്തിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടതുപക്ഷത്തോടുള്ള അമർഷമുണ്ടല്ലോ, അത് മറ്റുള്ളവർക്കല്ല, ഇടതുപക്ഷത്തിൻ്റെ അകത്തുള്ളവർക്കാണ്. സാധാരണക്കാരായ പാർട്ടി സഖാക്കൾ ഈ ഇടതുപക്ഷത്തിൻ്റെ 8 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തെ അപലപിച്ചുകൊണ്ടും ശപിച്ചുകൊണ്ടുമാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെയൊക്കെ മനസ്സ് നമ്മളോടൊപ്പമാണ്. അവർക്കറിയാം ജനവികാരം. ആ ജനവികാരത്തെ കാണാനും സാധിക്കാത്ത ഒരു സർക്കാരിന് ജനഹിതത്തിൽ സ്ഥാനമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തറപറ്റുന്ന റിസൾട്ടായിരിക്കും ഈ ബൈ ഇലക്ഷൻ, 3 മണ്ഡലങ്ങളിലെ ബൈ ഇലക്ഷൻ. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞേക്കാണ്, എത്ര പിന്നെ പറഞ്ഞു പോളിംഗ് കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം ഇല്ലാത്ത കേട്ടാ പറഞ്ഞാനൊക്കെ തിരിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചിരുന്നു, എൻ്റെ അടുക്ക അതിന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷന് ഒരു നിയോജക മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമാണ്. ഞാൻ ആ ചേലക്കരയിൽ ഫുൾ ടൈമായിരുന്നു. എല്ലാ പരിപാടിക്കകത്തും ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. കുടുംബസംഗമം, പബ്ലിക് മീറ്റിംഗ്, മറ്റേ സൈക്കിൾ റാലി, വാഹന റാലി, എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് നല്ല പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് നടന്നു അവിടെ. അതുകൊണ്ട് ഒരു സംശയമില്ല, നമുക്ക് വൻ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുന്ന, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലത്തെ തിരികെ പിടിക്കാൻ സാധിക്കുന്നത് വലിയൊരു സംതൃപ്തിയാണ്. ആ സംതൃപ്തി ഇപ്പം തന്നെ എനിക്കുണ്ട്. നാളെ അത് അടുത്ത ദിവസം എണ്ണിക്കഴിഞ്ഞാൽ നമുക്കത് ഫലപ്രദം മാറ്റി വരും. ആത്മകഥയിൽ ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് ആത്മകഥയിൽ EP ഇപ്പം DGPക്ക് പരാതി, അത് നമുക്ക് പിന്നെ പറയാം. EP-ൻ്റെ കഥ പറയാൻ തുടങ്ങിയാൽ നിൽക്കില്ല.